കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മരം വീണ് അട്ടപ്പാടിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. അപകടം പറ്റി 3 മണിക്കൂറോളം കാത്തുകിടന്ന ശേഷമാണ് ഫൈസൽ എന്ന യുവാവിനെ 24-കാരനെ ആശുപത്രിയിലെത്തിക്കാനുള്ള ആംബുലൻസ് ലഭിച്ചത്. കോടിക്കണക്കിന് രൂപ ആദിവാസി ക്ഷേമത്തിനു വേണ്ടി, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെലവിടുന്ന അട്ടപ്പാടിയിലാണ് ഈ ദുരന്തമുണ്ടായത്. കോട്ടത്തറ എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ 4 ആംബുലൻസുകൾ ഉണ്ടെങ്കിലും 4ഉം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. 2 മാസത്തോളമായി ICUയിലെ ആംബുലൻസ് ഉൾപ്പെടെ കട്ടപ്പുറത്താണ്. ആ സാഹചര്യത്തിലാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ ഫൈസലിനെ ആശുപത്രിയിൽ എത്തിക്കാനായി ഒറ്റപ്പാലത്ത് നിന്നും ഒരു ആംബുലൻസ് വരുത്തി ആ ആംബുലൻസിൽ യുവാവിനെ മറ്റൊരു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും യുവാവ് മരിച്ചിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒപ്പമുണ്ട്, ചേർത്ത് പിടിക്കും എന്ന് പറയുന്ന പിണറായി സർക്കാരിൻ്റെ ആരോഗ്യരംഗത്തെ ചേർത്ത് പിടിക്കൽ എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ആദിവാസികളുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവിടുന്നത്. ഗർഭസ്ഥ ശിശുക്കളുടെ മരണം, അതുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ അരിവാൾ രോഗം, അങ്ങനെ ആദിവാസികളുടെ ആരോഗ്യത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവിടുന്ന സന്ദർഭത്തിലാണ് ഈ മഴക്കാലത്തിന് തൊട്ട് മുമ്പ് നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്താത്തത് കാരണം ഉണ്ടായ ഒരു അപകടമാണ്. കാരണം ഈ അപകട നിലയിൽ നിൽക്കുന്ന ഈ മരം ഉൾപ്പെടെ മുറിച്ചു മാറ്റാൻ കഴിയുമായിരുന്നു. അധികൃതർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അപകടസ്ഥിതിയിലായ ഈ മരത്തെ പോലും ഒഴിവാക്കാൻ അധികൃതർക്ക് കഴിയുമായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയിലേക്ക് മരം വീണ് യുവാവ് ആസന്ന നിലയിലായിട്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് നാം. അത്തരം ഒരു സംസ്ഥാനത്താണ് മുഖ്യമന്ത്രിയും കുടുംബവും. ഇപ്പോൾ നമ്മുടെ പാലക്കാട്ടത്തെ തൃത്താല MLA ആയ മുൻ സ്പീക്കർ, ഇപ്പോഴത്തെ മന്ത്രി MB രാജേഷും കുടുംബവും യൂറോപ്പിലേക്ക് ഇന്നലെ പുറപ്പെട്ടത്. അദ്ദേഹം യൂറോപ്പിലേക്ക് പുറപ്പെട്ട ദിവസം തന്നെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഒരു ആംബുലൻസ് അവിടെ പ്രവർത്തനക്ഷമമായിരുന്നെങ്കിൽ, യുവാവിനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ജീവൻ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. അപ്പോൾ ഈ ദൈവതുല്യനാണ് താൻ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ആണ് മോദി പറയുന്നത്. താൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്നാണ്. അദ്ദേഹമാണ് നമ്മെ ഭരിക്കുന്നത്. ഇവിടുത്തെ മുഖ്യമന്ത്രിയാകട്ടെ ദൈവത്തെ പോലെയാണെന്ന് പറയുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലനെ പോലെയുള്ള നേതാക്കൾ. കാരണം AK ബാലൻ പറഞ്ഞത് ദൈവം പോലും 7-ാം ദിവസം വിശ്രമിക്കുമെന്നാണ്. 6 ദിവസം അധ്വാനിച്ച ശേഷം 7-ാം ദിവസം ദൈവം പോലും വിശ്രമിക്കും, അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് വിശ്രമിച്ചുകൂടെ എന്നായിരുന്നു AK ബാലൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ സംശയം. അപ്പോൾ അങ്ങനെ ദൈവതുല്യരെന്ന് സ്വയം അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിയും ദൈവതുല്യനെന്ന് നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന മുഖ്യമന്ത്രിയും ഭരിക്കുന്ന നാട്ടിൽ ഒരു സാധാരണക്കാരന് 7 ദിവസവും ജോലി ചെയ്താലേ അവൻ്റെ ജീവിതം കൂട്ടിമുട്ടിക്കാനാവൂ. കാരണം 7-ാം ദിവസം വിശ്രമിക്കാം എന്ന് കരുതിയാൽ അവൻ്റെ ജീവിത ചെലവ്, അവൻ്റെ കുടുംബ ബഡ്ജറ്റ് അവന് ചിലപ്പോൾ നടപ്പിലാക്കാനാവില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഒരു വിശ്രമ ദിനം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഭരണകർത്താക്കൾ കൂടുതൽ ജാഗരൂകരായിരുന്നെങ്കിൽ, കാരണം കാലവർഷക്കെടുതികളും പ്രളയവും അതുപോലുള്ള ദുരന്തങ്ങൾ വരും എന്ന് മുൻകൂട്ടി കാണാനും മുൻകരുതൽ നടപടികൾ എടുക്കാനും ഒരു സർക്കാരിന് കഴിയുമ്പോഴാണ് ആ സർക്കാർ ഒരു ജനകീയ സർക്കാരായി, ജനപക്ഷ സർക്കാരായി മാറുന്നത്.